പല ആൾക്കാർക്ക് ഇപ്പോഴും സംശയമാണ് എന്താണ് ഈ ഡോൾബി അറ്റ്മോസ്. ഈ നമ്മൾ സിനിമയൊക്കെ കാണാൻ തിയേറ്ററിൽ പോകുമ്പോൾ ഇൻട്രോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഡോൾബി അറ്റ്മോസിൻ്റെ. പിന്നെ നമ്മൾ സിനിമയുടെ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല ഇംഗ്ലീഷ് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡോൾബി അറ്റ്മോസ് എന്നൊരു ബ്രാൻഡിങ് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ചില ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല ഡോൾബി അറ്റ്മോസ് എന്താണെന്ന്. ഡോൾബി എന്താ നമ്മളിപ്പോൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് ഭയങ്കര സൗണ്ട് അല്ലേ, ഭയങ്കര സൗണ്ട് സിസ്റ്റം അല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഇതെന്താണ് സാധനം എന്ന് ആക്ച്വലി ആർക്കും അത്ര നന്നായിട്ട് അറിയില്ല. ചിലർക്കൊക്കെ അറിയാമായിരിക്കാം, എന്നാലും ചില ആൾക്കാർക്ക് അറിയത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിൽ അത്ര നല്ലതല്ല. മീൻസ് ഞാൻ ഭയങ്കര വീക്കാണ്, എനിക്ക് അത്ര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഫ്യൂച്ചറിൽ അത് സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ നമസ്കാരം ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളെ, വെൽക്കം ബാക്ക് ടു എക്സ്പ്ലെയിനറിസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഡോൾബി അറ്റ്മോസ് എന്ന് നോക്കാം. ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു സറൗണ്ട് സൗണ്ട് ടെക്നോളജിയാണ്. ഇത് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഡോൾബി ലബോറട്ടറീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. 2012 ഇത് ഫസ്റ്റ് ടൈം പബ്ലിക്കിൽ വരികയാണ്, അതും ഹോളിവുഡ് സിനിമകളിൽ. ഈ നോർമൽ സറൗണ്ട് സൗണ്ട് എന്ന് പറയുന്നത് 5.1 അല്ലെങ്കിൽ 7.1 ചാനൽസിൽ ലിമിറ്റ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഡോൾബി അറ്റ്മോസിൽ ഒബ്ജക്റ്റ് ബേസ്ഡ് സൗണ്ടാണ് മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്, ഇതിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത്. പിന്നെ 7.1 5.1 ഒക്കെ നമുക്ക് വരും വീഡിയോകളിൽ ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഡോൾബി അറ്റ്മോസിൻ്റെ സ്പെഷ്യാലിറ്റീസിലേക്ക് പോവാം. അപ്പോൾ ഡോൾബി അറ്റ്മോസ് എന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് ഒബ്ജക്റ്റ് സ്പെസിഫിക്കായി സ്പേസിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഹെലികോപ്റ്റർ പറന്നു പോവുകയാണെ, ഒരു ഹെലികോപ്റ്റർ പറന്നു പോകുന്ന സൗണ്ട് നമുക്ക് ഇപ്പോൾ അത് താഴെ ഇങ്ങനെ ലാൻഡ് നിൽക്കുകയാണ്, അത് ഇങ്ങനെ ലാൻഡിങ് പാഡിൽ ഇങ്ങനെ എൻ്റെ സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് മേളിലോട്ട് പറന്ന് പോകുമ്പോൾ താഴെ നിന്ന് മേളിലോട്ട് പോകുന്ന ആ കയറുന്ന ഒരു ഫീൽ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പീക്കേഴ്സിൻ്റെ താഴെയും മുമ്പും പിന്നെയും മാത്രമല്ല മുകൾ മേലും സ്പീക്കേഴ്സ് ഉണ്ടാക്കി. അതായത് നമ്മളിപ്പോൾ തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഓപ്പോസിറ്റ് നമുക്ക് 2 ചുമരുകളിൽ സ്പീക്കേഴ്സ് ഉണ്ടാവും, കുറേ സ്പീക്കേഴ്സ് ഉണ്ടാവും, വൂഫറൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ശരിക്കും അത്ര സ്പീക്കർ മാത്രമല്ല ഉള്ളത്, നമ്മുടെ ഇരിക്കുന്നതിൻ്റെ മേളിലും സ്പീക്കേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണിത് സൗണ്ട്, എന്നാലാണ് ഇതിൻ്റെ സൗണ്ട് നമുക്ക് അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം, ഒരു ഹെലികോപ്റ്റർ നമ്മളിപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്, അപ്പോൾ അത് സ്റ്റാർട്ടാക്കി പറപ്പിക്കുമ്പോൾ അത് നമ്മൾ താഴെ ഇരിക്കുകയാണല്ലോ, അത് മേളിലോട്ട് പറന്നു പോവുകയാണ്. മേളിലോട്ട് പറന്നു പോകുമ്പോൾ താഴേന്ന് അത് മേളിലോട്ട് പോകുന്നതിൻ്റെ ശബ്ദം ഇതിൽ സെറ്റപ്പ് ആക്കാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് അത്രയും സ്പീക്കേഴ്സ് വേണം. അതായത് സൈഡിൽ മാത്രമല്ല ഇതിന് സ്പീക്കേഴ്സ് വേണ്ടത്, മേളിലും സ്പീക്കേഴ്സ് വേണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഡോൾബി അറ്റ്മോസിൽ നമുക്കൊരു സൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ഉദാഹരണമല്ല, ഒരു കാറ് പോവാണ്, ഒരു കാർ ഇങ്ങനെ അകലേന്ന് വരികയാണ്, അകലേന്ന് വന്നിട്ട് നമ്മുടെ അടുത്തോടെ എന്ന് പോകുന്ന ആ സൗണ്ട്, അതും നമുക്കിതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിൻ്റെ മെയിൻ. അതായത് നമുക്ക് 2 സൈഡിലും സ്പീക്കേഴ്സ് വൂഫേഴ്സ് കാണാം. അത് മാത്രമല്ല നമ്മുടെ തലയ്ക്ക് മേളിലും സ്പീക്കേഴ്സ് ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ ഡോൾബി അറ്റ്മോസിൽ കാണുകയാണ്. ഡോൾബി അറ്റ്മോസിൽ കാണുമ്പോൾ ഡോൾബി അറ്റ്മോസ് ഒരു പടത്തിലുണ്ടെങ്കിൽ അത് 3D സ്പേസിൽ നടക്കുന്ന പോലെ ആയിരിക്കും. സിനിമ, ഹോം തിയേറ്റർ, ഹെഡ്ഫോൺ, ഇതിൽ എല്ലാ പ്ലാറ്റ്ഫോംസിലും സപ്പോർട്ട് ചെയ്യും. നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു ലോ സ്പെക്കാണ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഹെഡ്സെറ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ആ സാധനത്തിൻ്റെ ഒരു പവർ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ഇൻട്രോ പ്ലേ ചെയ്താൽ മതി. ആ ഒരു ഇൻട്രോ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഹെഡ്ഫോണിൽ കൂടെ തന്നെ അതിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത്. ഞാൻ ഈ സ്പെഷ്യാലിറ്റീസും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം, ഞാൻ നിങ്ങളുടെ അടുത്ത് കമൻറ്റിൽ പറയുന്നതായിരിക്കും. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഡോൾബി അറ്റ്മോസ് എന്നല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. ഈ സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്നത് ഡോൾബി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സാധനത്തിനെ പറ്റിയാണ്. അതാണ് DTS.
DTS എന്ന് പറയുന്നതാണ് ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റം. നമ്മൾ പഴയ അല്ലെങ്കിൽ 2000-ന് ശേഷമുള്ള സിനിമകളൊക്കെ എടുക്കുകയാണെങ്കിൽ സിനിമയുടെ പോസ്റ്ററിൽ DTS എന്നുണ്ടാവും, അല്ലെങ്കിൽ പഴയ തിയേറ്ററിൽ നോക്കുകയാണെങ്കിൽ DTS എന്നുണ്ടാവും. കാരണം ഡോൾബി ഒക്കെ വരുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു DTS, അല്ല നമ്മുടെ മലയാള സിനിമകളിലൊക്കെ ഡോൾബി ഓഡിയോ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന DTS ആയിരുന്നു. എൻ്റെ ഒരു അറിവ് പ്രകാരം ഡോൾബിനേക്കാളും സൗണ്ട് ക്ലാരിറ്റി ഉള്ളത് DTSനാണെന്നാണ്. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഈ DTSും ഡോൾബി അറ്റ്മോസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അതിൻ്റെ വ്യത്യസ്തകളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ DTS ഞാൻ ആദ്യമേ പറഞ്ഞു, ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റം, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ആ DTS എന്ന് പറയുന്നത് ഡോൾബിക്കൊരു കോമ്പറ്റീറ്ററാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ DTS X എന്ന് പറഞ്ഞിട്ട് DTS കമ്പനിക്കാർ അങ്ങനെ എന്തോ ഒരു സാധനം അറ്റ്മോസിന് ഓപ്പോസിറ്റായി കൊണ്ടുവന്നായിരുന്നു. നമുക്കതിൻ്റെ പോയിന്റ്സ് ആയിട്ട് അങ്ങ് കമ്പാരിസൺ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ടെക്നോളജി, ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ബേസ്ഡ് ഓഡിയോ ആണ്. അതുപോലെ DTS X എന്ന് പറയുന്നത് ചാനൽ ബേസ്ഡ് ആൻഡ് ഒബ്ജക്റ്റ് ബേസ്ഡ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഓഡിയോ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ സെറ്റപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസിന് സീലിംഗ് ആൻഡ് അപ്വേർഡ് ഫയറിംഗ് സ്പീക്കേഴ്സ് റിക്വയർ ചെയ്യുന്നു, അതായത് അതിനത് വേണം. DTS X എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള 5.1 അല്ലെങ്കിൽ 7.1 സെറ്റപ്പ് മാത്രമേ ഉള്ളൂ DTS X. അത് DTS X 5.1 7.1 സെറ്റപ്പിൽ വർക്ക് ചെയ്യും. അപ്പോൾ അടുത്തതാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഡോൾബി അറ്റ്മോസ് പറയുമ്പോൾ DTSനേക്കാളും ഒരുപാട് കംപ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട്. DTS X എന്ന് പറയുമ്പോൾ ലെസ് ആയിട്ടാണ്, അതായത് കുറച്ചായിട്ടാണ് കംപ്രസ് ചെയ്തിരിക്കുന്നത്. സോ തിയററ്റിക്കലി ബെറ്റർ ക്വാളിറ്റിയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ DTSന് ബെറ്റർ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ കണ്ടന്റ് അവൈലബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിപ്പോൾ പറയുകയാണെങ്കിൽ സിനിമ, OTT അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി, അതിലെല്ലാം യൂസ് ചെയ്യുന്ന സാധനമാണ്, കോമൺ ആയിട്ട് വരുന്നതാണ്. എന്തിനും നമ്മുടെ മലയാളം TV ചാനൽ ഏഷ്യാനെറ്റിന് പോലും ഡോൾബി ഉണ്ട്, സൂര്യയ്ക്ക് വരെ ഡോൾബി ഉണ്ട്. അപ്പോൾ ഡോൾബിയാണ് കണ്ടന്റ് അവൈലബിലിറ്റിയിൽ ടോപ്പായിട്ട് നിൽക്കുന്നത് സൗണ്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കണ്ടന്റ് അവൈലബിലിറ്റി കാര്യത്തിൽ നമ്മൾ ഡോൾബി തന്നെയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് സൗണ്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ DTSലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പഴയ ഹോം വീഡിയോ സിസ്റ്റംസ് ഓർക്കുന്നുണ്ടോ? DVD, VCD, CD, ബ്ലൂറേ ഒക്കെ ഓർക്കുന്നുണ്ടോ? ഈ DTS കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് DVD, ബ്ലൂറേ ഡിസ്കിലൊക്കെയാണ്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പഴയ ഒരു DVD എടുക്കുകയാണെങ്കിൽ അതിൽ DTSൻ്റെ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ DTS കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഹോം വീഡിയോ പ്ലാറ്റ്ഫോംസിലൊക്കെയാണ്. കാരണം നമ്മൾ DVD പ്ലെയറിലിട്ടൊരു DVD അല്ലെങ്കിൽ ഒരു VCD ഇട്ട് കണ്ടു DTS ഓഡിയോ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല സൗണ്ട് ക്ലാരിറ്റി ആയിരിക്കും, ഭയങ്കര ഒരു ക്ലാരിറ്റി ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു DTSന് ഇച്ചിരി ക്ലാരിറ്റി ഉണ്ട്, കാരണം ആ കംപ്രഷൻ്റെ ആണ്. നല്ലൊരു ക്ലാരിറ്റിയിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കും അത് ഹോം വീഡിയോ പ്ലാറ്റ്ഫോംസിലൊക്കെ യൂസ് ചെയ്ത്. ഹോം വീഡിയോ പ്ലാറ്റ്ഫോംസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഒന്നും കൂടെ പറയാം, DVD, VCD, CD, ബ്ലൂറേ ഇതൊക്കെയാണ് ഹോം വീഡിയോ. നമ്മൾ പ്ലെയറിലിട്ട് കാണില്ലേ നമ്മൾ വീട്ടിലൊക്കെ, അതുകൊണ്ടാണ് എന്നെ ഹോം വീഡിയോ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോൾബി ആണോ DTS ആണോ നല്ലതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, കമ്പാറ്റബിലിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം. എന്താണെന്ന് വെച്ചാൽ ഈ ഡോൾബി അറ്റ്മോസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഹൗ ഡോൾബി അറ്റ്മോസ് ഈസ് ഡൺ ഓർ വർക്ക്സ്. അപ്പോൾ ഈ ഡോൾബി അറ്റ്മോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് മിക്സിങ്ങിൽ സൗണ്ട് എഞ്ചിനീയർ ഒരു സൗണ്ടിനെ ഒരു ഫിക്സ്ഡ് സ്പീക്കറിൽ, ചാനലിലല്ല, ഒരു ഫിക്സ്ഡ് സ്പീക്കറിൽ പകരം ഒരു 3D സ്പേസ് കോർഡിനേറ്റിൽ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൗണ്ട് എടുത്തിട്ട് ഒരു ചാനലിലല്ല, ഒരു ഫിക്സ്ഡ് സ്പീക്കറിൽ ഒരു 3D ടൈപ്പിൽ കോർഡിനേറ്റിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഇമേഴ്സീവ് ആയിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എക്സാമ്പിൾ പറയാം, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഇത്തിരി മുമ്പ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം. എന്താ വെച്ചാൽ ഒരു സീനിൽ മഴ പെയ്യുമ്പോൾ എഞ്ചിനീയർ സൗണ്ട് ഒബ്ജക്റ്റായി റെയിൻ ഡ്രോപ്പിനെ അതിൻ്റെ മേളിൽ നിന്ന് താഴത്തേക്കാണല്ലോ ചാടുന്നത്. അപ്പോൾ മേളിൽ നിന്നും കുറച്ച് അതിൻ്റെ ആംഗിൾ ഇച്ചിരി മാറ്റി പ്ലേസ് ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ട് സ്പീക്കറിൽ അപ്പോൾ അത് സൗണ്ട് എഞ്ചിനീയറിങ് ഇതാണ് ചെയ്യുന്നത്. അപ്പം അത് മേളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ചാടുകയാണ്. അപ്പോൾ അത് ആംഗിൾ ഇച്ചിരി മാറ്റി, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല സുഹൃത്തുക്കളെ. അത് നമ്മൾ സൗണ്ട് ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്കിതിനെപ്പറ്റി എത്ര നന്നായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ പറയാം. അപ്പോൾ മഴ ഇങ്ങനെ പെയ്യാണ്, അപ്പോൾ ആ റെയിൻ ഡ്രോപ്പിൽ മേളിൽ നിന്ന് താഴത്തേക്ക് ചാടുമ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് അവർ കുറച്ച് ആംഗിളിലേക്ക് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പീക്കറിൽ കൂടെ നമ്മൾ കേൾക്കുമ്പോൾ അത് മുകളിൽ നിന്നും താഴത്തേക്ക് വീഴുന്ന പോലെ നമുക്കൊരു സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്.
ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് 3D സൗണ്ട് എക്സ്പീരിയൻസിലാണ് നമുക്കൊരു ഫീൽ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് എന്താ സംഭവം, ഇപ്പോൾ ഡോൾബി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഹോം തിയേറ്റർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോൾബി 5.1 7.1 ഈ ഡോൾബി അറ്റ്മോസ് ഉള്ള ഏതെങ്കിലും ഒരു സിനിമ എല്ലാം എവിടെന്നെങ്കിലും ഡൗൺലോഡോ അല്ലെങ്കിൽ OTT വഴി കണ്ട് നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഇത് നമ്മളെ ഹോം തിയേറ്ററിലോ അല്ലെങ്കിൽ ഹെഡ്ഫോൺസിലൊക്കെ കിട്ടും. അതല്ല ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഈ സാധനം ഒരു പെട്ടെന്നായിട്ട് ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഡോൾബി അറ്റ്മോസിൻ്റെ ഇൻട്രോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്, നിങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് വെച്ച് കണ്ടാൽ മതി ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മച്ചാമാരെ നമ്മുടെ വീഡിയോ ഏകദേശം കഴിയാറായി. ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ചേഞ്ചറാണ് സൗണ്ട് എക്സ്പീരിയൻസിൽ. ഇത് വെച്ച് സിനിമ കണ്ടാൽ അല്ലെങ്കിൽ ഗെയിം കളിച്ചാൽ അല്ലെങ്കിൽ മ്യൂസിക് കേട്ടാൽ അതൊരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെന്നല്ല കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നതിന്. ഇപ്പോൾ എനിക്ക് എക്സ്പ്ലെയിനിങ്ങിൽ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, അതിൻ്റെതായ പോരായ്മ ഉണ്ടാവും, തെറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞ് കണ്ട് ക്ഷമിക്കുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ഇതുപോലത്തെ കണ്ടന്റിന് നിങ്ങൾ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.